City Katariko. I'm the British Muttariar, the number all bedino. I'm the Nalla conjugate. Yeah, Basira makes a noose. Cast is the major four. Chat is the bone for. Hey, Satan Patani gang irangi. So my Chucky Chickity Kai Elam Kosum. Net night Kanavula, Kadavula, Madihilla. Pay una Padataraka Pate. Chimita hilla, Yedupu ella mini mirilla. Ayyo pavan and marinda kodakka pone. And the way I became bestie, adu odambu koncham westy. In the swarga logam safety, then natikku pura party. Dumuki 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 chal, chataku mataka lataka chal. 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 நைட்டு கனவுல கடவுளோட மடியில பேய உன்னை படுத்திருக்கத பார்த்து அலைலா 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 சந்தோஷம் நான் வாழ சிரிச்சு வாழும் போது நடக்கத்துக்கு பாரு பெய்ய கூட கட்டு மனுஷன்னு பார்க்கும் போது செவத்தல நீ முட்டு நான் பார்த்து கடவு நானா புழுக்கு அதுங்கால அவங்களுக்கு கோயில் இருக்கு அவங்களோட எனக்கு இப்போ மீட்டுங்க இருக்கு நேத்து நைட்டு கனவுல கடவுளோட மடியில பேய உன்னை படுத்திருக்கது பார்த்து காசில்லாத லைஃப் கொஞ்ச நாள் வாழ பாரு ஓடி போட்டும் வைஃப் சொத்த சுகம் பார்த்து பழங்கும் நாய பார்த்து மூஞ்சிலியே கொத்து நான் பார்த்து கடவு நானா புழுக்கு அவருக்கு நம்ம ஒரு கோயில கட்ட ஆசை இருக்கு அவர் கூட எனக்கு சின்ன டீலிங்க இருக்கு God is my love. நேத்து நைட்டு கனவுல கடவுளோட மடியில பேய உன்னை படுத்திருக்கது பார்த்து അനുഷ്ക എന്താ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒരു എനർജി ആവായിരുന്നു എന്ന് മാത്രം എനിക്ക് തോന്നി. ഈ പാട്ട് എങ്ങനെ ഉണ്ടായി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ ചേച്ചി. അനുഷ്ക കുട്ടി എന്താ മോൾ അസൽ സിംഗർ ആണെന്ന് എനിക്കറിയാം. നല്ല രസമായിട്ട് പാടുന്നൊരു കുട്ടിയാണെന്ന് എനിക്കറിയാം. താങ്ക് യു മാം. മോളുടെ സോങ് സെലക്ഷൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ അഫ്കോഴ്സ് എല്ലാ സോങ്സിനും അതിൻ്റെതായ ഒരു ഫീലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് സമ്മതിച്ചു. പക്ഷെ നമ്മുടെ ഈ ഒരു ഷോയിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. മോളത് സോങ് ആയിട്ട് ഇനി സോങ് വൃത്തിക്ക് പാടാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇരിക്കട്ടെ മോളുടെ. അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സോങ് എന്താണെന്നുള്ളത് അവർക്ക് അതിനുള്ള പ്രായമായില്ല മോക്ക്. കേട്ടോ അത് കുഴപ്പമില്ല. നിത്യ പറഞ്ഞു സോറി. അത് സാരല്ല നീ ഇല്ല നീ. പക്ഷെ എനിക്കറിയാം മോള് സൂപ്പറായിട്ട് മോള് പാടിയതല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. എന്തായാലും പറയേണ്ട കാര്യമാണ്. മോള് ആ ഒരു ഈ പാട്ടിന് വേണ്ട ആറ്റിറ്റ്യൂഡ് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നല്ല ടോണൊക്കെ സെറ്റായിരുന്നു.
മോൾ ചില എക്സ്പ്രഷൻ മോൾ ആ ഒരു ക്യാരക്ടർ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഒരു ഷോവിന് അത് ആപ്റ്റായിട്ട് തോന്നിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് പെർഫോമൻസ് ഒക്കെ കാണാം. ഓക്കെ അനുഷ്ക കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സുധിവേട്ടാ, നിത്യ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോള് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ അല്ലേ. ഇപ്പോൾ ഒരു നേരത്തെ മെലഡി അല്ലെങ്കിൽ ക്ലാസിക്കലൊക്കെ പാടുന്ന വ്യത്യാസമായിട്ടൊരു ഡിഫറെൻറ്റ് ജോണറിലുള്ളൊരു പാട്ട് പാടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ പാട്ട് മോൾ ആ സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഉണ്ട്, പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മോളുടെ പെർഫോമൻസ് കൊള്ളാം, കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് നല്ലതോ മോശമോ എന്നുള്ളതല്ല. അപ്പോൾ വേറൊന്നുമല്ല, ആ പാട്ടിനകത്ത് കുറച്ച് ഇവർ വളരെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ കോറസ് സിംഗേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓർക്കസ്ട്രയുടെ ഉണ്ട്, എല്ലാം കൊണ്ടും കേൾക്കാൻ നല്ലതാണ്, നല്ല രസമുണ്ട്. വിജയ് ആന്റണിയുടെ മ്യൂസിക്കാണ്, ട്രെൻഡിയാണ്, ബീറ്റ് ഉണ്ട്, വളരെ ക്യാച്ചി ആയിട്ടുള്ള ചില ഹുക്ക് വേർഡ്സ് ഉണ്ട്, എല്ലാം രസമുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഈ വേദിയിൽ കാണാൻ ഇഷ്ടമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പക്ഷേ മോള് നല്ല സിംഗറാണ്, നല്ല വോയിസ് ഉണ്ട്. മോളുടെ സെലക്ഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പാട്ട് കൊള്ളാം. പക്ഷെ അത് വേറൊരു രീതിയിലൊരു കോസ്റ്റ്യൂമിൽ സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്നത് പോലെ ചെയ്തിരുന്നെങ്കിൽ അത് നന്നാവില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു പെർഫോമൻസ് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടത്തിൽ വരുന്നില്ല എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു സുധിവേട്ടാ. വേണിച്ചേട്ടാ, മോളെ അനുഷ്ക കുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട് കേട്ടോ. അതില് ഈ ലോവർ റേഞ്ചസ് വരുമ്പോഴ് ഇവർ സ്ലൈറ്റ്ലി ഒന്ന് സ്ട്രഗ്ലിംഗ് ആയിരുന്നു അല്ലേ? സത്യം പറയൂ, അതൊന്ന് ശരിയാക്കി എടുക്കുക. ഒപ്പം ഇവർ പറഞ്ഞെല്ലാം കേട്ട് മനസ്സിലാക്കി ഇനി നമ്മളൊരു പാട്ട് എടുക്കുമ്പോൾ അത് അതിൻ്റെ ഈസ്തറ്റിക് അൺഈസ്തറ്റിക് അതൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുക കേട്ടോ. നല്ല പാട്ട് വരിക, ഗുഡ് സിംഗർ കേട്ടോ മോളെ. ഉമ്മ. താങ്ക് യു വേണിച്ചേട്ടാ. ശരത് സർ. ഇല്ല മക്കളെ, ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ മനസ്സിലായോ എന്താണെന്ന് കുഞ്ഞിന്? മക്കൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 13 അത്രയല്ലേ ഉള്ളു. നീ എഴഞ്ഞു നടക്കുന്ന പ്രായമാണ് ഞങ്ങളുടെ കണക്കിൽ കേട്ടോ. കാര്യം ഇങ്ങനൊരു ഇങ്ങനൊരു നമ്പർ മോള് ചെയ്യുമ്പോൾ അത് മോള് അസാധ്യമായിട്ട് ചെയ്തു കേട്ടോ. അതിൽ എനിക്ക് ഒരു ഇതുമില്ല. അതാണ് നമ്മളൊരു കുഞ്ഞങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതങ്ങോട്ട് എന്തോ ഒരു 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 കേട്ടോ. മക്കൾ പറഞ്ഞു തന്ന മോള് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ടുന്ന പക്ഷേ എനിക്ക് അനുപല്ലവി കഴിഞ്ഞിട്ട് ആ വന്നത് ശ്രുതി ചേർത്തിട്ടേ അല്ല കുഞ്ഞിന്. അത് ഇതുപോലുള്ള ഒരു പാട്ട് ശ്രുതി ആരായിരുന്നു അവിടെ വന്ന് മൂക്കിലിട്ടിരിക്കും കേട്ടോ. മൂക്കിലിട്ടിരിക്കും, മൂക്ക് തടവുന്ന മക്കളെ. വിജയ് ആന്റണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയ് ആന്റണി ഒരു മനുഷ്യനാണ് അല്ലേ? മ്യൂസിക് കമ്പോസർ ആണ്, പിന്നെന്താണ് ആക്ടറാണ്. അഭിനയിച്ച ഒരു പടം പറയോ? ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിച്ചക്കാരൻ. ഓക്കെ, ഗുഡ്. പറഞ്ഞോ ബാക്കി. മോളെ പിച്ചക്കാരൻ ഫിലിം കണ്ടോ? നല്ല ഫിലിമാടാ, നല്ല പടമാണ്. അല്ല വിജയ് ആന്റണി നല്ലൊരു മനുഷ്യനുമാണ് കേട്ടോ. നല്ല എന്ന് പറഞ്ഞാൽ വിജയ് ആന്റണി ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാ. ഡയലാമോ നാക്കുമുക്ക ഇതൊക്കെ വിജയ് ആന്റണിയുടെയാ. അപ്പൊ നല്ല കമ്പോസറാണ്. കാര്യം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യും, അതെല്ലാം ഹിറ്റാണ്. കുറേ പടങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ സന്തോഷം മക്കൾ. പക്ഷേ ഈ ഒരു പാട്ട് ഇപ്പം നമ്മളിപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ചുമ്മാ കണ്ടോണ്ടിരിക്കുക, അത് ഇച്ചിരി മുതിർന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടോണ്ടിരിക്കും. ഇത് മക്കളുടെ ഒരു കുഞ്ഞായിട്ട് വന്ന് അത് ചെയ്യുമ്പോൾ ഉള്ളൊരു പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തു മക്കളെ ഒരു നമ്മൾ കുറ്റമേ പറയത്തില്ല മോളെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. മക്കൾക്ക് പറഞ്ഞു തന്ന മോള് ചെയ്തു, അല്ലാതെ കുഞ്ഞിനെന്താ അറിയാനാ അല്ലേ? കുഴപ്പമില്ല മുത്തേ, നന്നായിട്ട് ചെയ്തു. ഈ പാട്ട് ഇതുപോലെ സിമ്പിളായിട്ടൊരു പാട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ശ്രുതിയൊക്കെ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. എന്നാൽ അതിനകത്തൊന്നും നമ്മളെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മക്കൾ നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ അനുഷ്ക, മാർക്സ് ചോദിക്കാം. വിഷമിക്കണ്ട, മോന്റെ പോഷൻ മോൻ നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തു. അത് ഈ ഷോ ആയതുകൊണ്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് ബോസ്. മാർക്ക് എത്ര മക്കളെ വേണ്ടേ? ചുമ്മാ ഒരു ഗസ്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് കൃത്യമായാലോ. മോള് പറയുന്ന കൃത്യം മാർക്കാണെങ്കിൽ ഞാനൊരു 0.5 കൊടുത്തരും. കൃത്യമായിരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയും അതല്ലെന്ന്.
പറഞ്ഞോ, മക്കള് പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഐഡിയ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ് മക്കളെ വിഷമിപ്പിച്ചു. അനുഷ്കയുടെ മൈൻഡിലുള്ള മാർക്ക് എത്ര ആയിരിക്കും? മാർക്ക് 8.5. കള്ളിയാണല്ലേ കൊച്ചെ. അത്ര ഞാൻ തരത്തില്ല. 8.3 മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. വേണുചേട്ടാ? മോളെ 8.5. താങ്ക് യു സർ. താങ്ക് യു വേണുചേട്ടാ. ചേച്ചി? ഓക്കെ, സോ ടോട്ടൽ 16.8. ഓക്കേടാ. Thank you.